ക്ഷമിക്കണം. ഞാന് ഈ മുറി ഒന്ന് നോക്കാൻ വന്ന. നാളെ എന്റെ ഒരു കൂട്ടുകാരൻ വരുന്നു. ഈ മുറി മതിയൊന്ന് നോക്കാൻ മാനേജർ പറഞ്ഞു. നിങ്ങൾ നാളെ ഒഴിയുകയാണല്ലോ. ഞങ്ങൾ ഒഴിയുന്നു ആര് പറഞ്ഞു? ഒഴിയുന്നില്ലല്ലോ. ഒഴിയുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ മുറി നോക്കിക്കോളാം. എന്താ കൊച്ചേ, കൊച്ചെന്തിനാ കരയുന്നേ? കൂടെ ആരുമില്ലേ? ഒറ്റയ്ക്കാണോ? അയ്യോ, ഒറ്റയ്ക്കാണോ? ഞാനും ബേബിയേട്ടനും ഒന്നിച്ചാണ് വന്നത്. ബേബിയേട്ടന് അച്ഛൻ വന്ന് ബേബിയേട്ടനെ കൊണ്ടുപോയി. അയ്യോ, എന്റെ കൊച്ചെ, അങ്ങനെ അങ്ങ് ഒറ്റയ്ക്ക് ഇറങ്ങി പോരാമോ? അത് എവിടെ വന്ന് പെട്ടിരിക്കുന്ന അറിയാമോ? ചോരയും നീരുള്ള പെൺപിള്ളേരെ കണ്ടാലേ കൊത്തിപ്പറിക്കുന്ന നാടാ. കൊച്ചിനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കട്ടെ? വീട്ടിലേക്ക് ചെന്ന് എന്നെ കൊല്ലും. പിന്നെ എങ്ങോട്ട് പോകും? ആ ചെറുക്കൻ തിരിച്ചു വരുമോ? വരും, വരാതിരിക്കില്ല. എന്നാലേ കൊച്ചൊരു കാര്യം ചെയ്യും, എന്റെ വീട്ടിപ്പ. അവിടെ ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ആരെങ്കിലും അന്വേഷിച്ചു വരുന്നവരെ വേണമെങ്കിൽ അവിടെ താമസിക്കാം. അയ്യോ, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. കൊച്ചിന്റെ വിഷമം കണ്ടി ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ചേട്ടാ, ഞാൻ വരാം. ആ, നമുക്കിന്നൊരു വിരുന്നുകാരിയുണ്ട്. ഇതെന്റെ ഭാര്യ രുക്മിണി, സോഫി. ഈ പെങ്കൊച്ചിന്റെ അബദ്ധം പറ്റി നട്ടല്ലില്ലാത്തൊരുത്തിനെ കയറി പ്രേമിച്ചു. അവനെ കിട്ടേച്ചു പോയി. പാവം. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. കുട്ടിയാ, ആദ്യമായിട്ടാ അവള്. സാറേ ഒന്ന് മനസ്സിൽ വെച്ചോണം. എടോ ശിവ, താനിത് വേറെ വല്ലവരോടും പറ. പുതിയതാണ് പോലും. അയ്യോ, ഇത് നേരാ, സത്യമായിട്ടും ഇത് പുതിയതാ സാറേ. പുതിയതിനെ കല്യാണം കഴിക്കാൻ തന്നെ കിട്ടുന്നില്ല. പിന്നെ ഒന്ന് പോടോ. ആ മുറിയിലുണ്ട് സാറേ. ആ കാശിങ് തന്നേച്ചു. അതെന്താ, തനിക്കിന്ന് വിശ്വാസമല്ലേ? അയ്യോ, അതുകൊണ്ടല്ല, ഞാനേ ഒന്ന് കറങ്ങിയേച്ചു വരാം. ആ, ഇതെന്താ, ഞാൻ 150 പറഞ്ഞത്. കുറഞ്ഞത് 100 കിട്ടണം. അയ്യോ, ഇതിരിക്കട്ടെ, ബാക്കി പിന്നെ തരാനേ. അതൊക്കെ ശരിയാ. ഒരു 10 രൂപ വെറുതെ ചോദിച്ചാ സാറ് തരുമോ? സാറ് കാര്യം ചെയ്യും, ഇതങ്ങോട്ട് പിടി.
എനിക്കും സാറിനും വിഷമം വേണ്ടല്ലോ. ആ മുറിയിലുണ്ട്. സാറേ പറഞ്ഞു ഓർമ്മ വേണേ, പുതിയതാ. എന്റെ അടുത്ത് വരില്ലേ? അയ്യോ, എന്റെ അടുത്ത് വരില്ലേ? ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഇവിടുന്ന് പോവൂ. എന്നെ ഉപദ്രവിക്കല്ലേ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇവിടുന്ന് പോണം. എനിക്കിതൊന്നും പരിചയമില്ല. നിങ്ങളൊന്ന് ഇവിടുന്ന് പോണം. ഇവിടുന്ന് പോവൂ. അയ്യോ, ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കല്ലേ. ഇവിടുന്ന് പോവൂലേ. അയ്യോ, എന്റെ അടുത്ത് വരില്ലേ? അയ്യോ, ചെല്ലടി, എന്റെ മുമ്പിൽ എത്ര പതിവ്രതയാകണ്ട. വെറുതെ അല്ല, നല്ല കാശ് മേടിച്ചിട്ടാ. എനിക്കിതൊന്നും ശീലമില്ല ശിവേട്ട. ശീലിക്കണമടി. നിനക്ക് വിശക്കില്ലേ? ആഹാരം കഴിക്കണ്ടേ? ചേച്ചി, ഞാൻ പോവാ ശിവേട്ട. എനിക്കിത് ശീലമല്ലേ. അവളും ശീലിക്കണ്ടടി. അവക്കെന്താ ശീലിച്ചാൽ? അവൾ പാവമല്ലേ ശിവേട്ട? നീ പാവമല്ലേ, ഞാൻ പാവമല്ലേ? നമ്മൾ എന്തിനു ചെയ്യുന്നു? ജീവിക്കാൻ, വിശപ്പിന് വേണ്ടി. അവർക്ക് ചെയ്യാൻ വയ്യെങ്കിൽ എവിടെങ്കിലും പോയി തൊലയട്ടെ. ശിവേട്ട, ഞാൻ പോകാം ശിവേട്ട. എന്തെങ്കിലും ചെയ്യും. അയാളെ സംബന്ധിച്ച് എനിക്കൊന്നുമില്ല. ഇവിടെ ആരുമില്ലേ? എന്ത് വേണം? ശിവന്റെ വീട് ഇതല്ലേ? അതെ അതെ, ശിവേട്ടൻ ഇവിടെ ഇല്ല. സോഫി എന്നൊരു പെൺകുട്ടി ഈ വീട്ടിലല്ലേ? അത് നിങ്ങളാണോ? എന്തിനാ അന്വേഷിക്കുന്നത്? ഇനിയും വല്ല ഹോട്ടലിലും കൊണ്ടാക്കി കടന്നു കളയാനാണോ? എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. എന്റെ അച്ഛൻ. എന്നാ പിന്നെ അച്ഛന്റെ അനുവാദത്തോടു കൂടി പ്രേമിക്കാമായിരുന്നില്ലേ? എന്താ ഇപ്പൊ അച്ഛന്റെ അനുവാദം കിട്ടിയോ? നിങ്ങളെന്നെ മനസ്സിലാക്കാതെയാണ്. മനസ്സിലായി. നിന്നെ പോലുള്ളവരെ ഒത്തിരി കണ്ടവളാ ഞാൻ. ചെല്ല്, അവളവിടെ ഉണ്ട്. ചെല്ല്. എന്തിനിങ്ങോട്ട് വന്നു പേരിച്ചായ? ഇപ്പൊ എന്തിനിങ്ങോട്ട് വന്നു? നമുക്ക് പോവാൻ സോഫി. അപ്പച്ചൻ സമ്മതിച്ചു. വൈകിപ്പോയി. ഇന്നലെ വന്നിരുന്നെങ്കിൽ ഇന്നലെ രാത്രി മുതൽ ഞാൻ ബേബിച്ചായനെ കല്യാണം കഴിക്കാൻ കൊള്ളാത്ത പെണ്ണായിപ്പോയി. ഞാൻ ചീത്തയാണ്, ചീത്തയായി പോയ പെണ്ണ്. പക്ഷേ ഇപ്പോഴും എന്റെ മനസ്സ് ശുദ്ധമാണ് ബേബിച്ചായ.
അവിടെ ഒരേ ഒരാളേ ഉള്ളൂ, എന്റെ എന്താ മറുപടി പറയാൻ തന്റെ വായിൽ നാവില്ലേ? അവൾ തന്നോട് സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനെ? അവൾക്കിത് പറയാതിരിക്കാമായിരുന്നു. താനല്ലേ അതിന് കാരണക്കാരൻ. ആ പാവത്തിനെ ഹോട്ടലിൽ കൊണ്ടാക്കി താൻ ഓടിപ്പോയതുകൊണ്ടല്ലേ അവൾക്കിത് പറ്റിയത്? താനല്ലേ അവളെ ചീത്തയാക്കിയത്? തന്നെ പോലുള്ളവരാണ് ഞങ്ങൾ ഇവിടെ എത്തിക്കുന്നത്. നിന്നെ പോലൊരുത്തനാണ് എന്നെ ഇവിടെ എത്തിച്ചത്. നിനക്ക് ആരും തൊടാത്ത പെണ്ണിനെ വേണം അല്ലേ? അന്വേഷിച്ച് നടക്ക്. എന്തെങ്കിലും കിട്ടിയാൽ എന്നെ ഒന്ന് അറിയിക്കണേ. ചേച്ചി, മോളെ, മോള് കരയാതിരിക്കും. നിനക്ക് ഞാനുണ്ട്. എന്റെ ബേബിച്ചേ, വരൂ. അപ്പയ്യ വിട്ടിരിക്കെ, ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. കൊള്ളാം.